നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത. ഇന്ന് ഡേ 5 ഓഫ് ബിഗിനേഴ്സ് യോഗ ഫോർ പ്രഗ്നൻസി. അപ്പം നമ്മൾ ഇന്ന് വളരെ ലളിതമായ എക്സസൈസസ് ആണ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസസ് ആൻഡ് യോഗാസനം. നമ്മൾ ആദ്യം കഴുത്തിൻ്റെ എക്സസൈസ് ആണ്. ശ്വാസം എടുത്ത് കഴുത്ത് പിറകിലോട്ട് 1, ശ്വാസം വിട്ട് താഴെ 2, 3, 4, 5, 6, 7, 8, 9 and 10. അടുത്തത് നമ്മളെ ഈ വലത്തെ കൈയെടുത്ത് ഇടത്തെ തലയുടെ ഈ സൈഡായിട്ട് വെക്കുക. നല്ല വലത്ത് വശത്തോട്ട് ചെരിയ 1, അതേപോലെ ഓപ്പോസിറ്റ് 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, അപ്പം നമ്മൾ കഴുത്തിന് നന്നായിട്ട് സ്ട്രെച്ചിങ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ബോഡി നന്നായിട്ട് ഇടതുവശത്തോട്ട് ചെരിയാം. 1, ഓപ്പോസിറ്റ് 2, 3, 4, 5, 6, 7, 8, 9 and 10. Relax. Next loosening exercise. ഇനി നമുക്ക് നെക്സ്റ്റ് ലൂസനിങ് എക്സസൈസ്. വജ്രാസനയിലിരുന്ന് എഴുന്നേറ്റ് നിൽക്കുക. കുറച്ച് സ്പേസ് വെക്കുക. ഇങ്ങനെ നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ഇങ്ങനെ ചെയ്താലും മതി. 1, 2, 3, 4, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 5, ഇതാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്തനിങ് കിട്ടും. 6, 7, 8, 9 and 10. റിലാക്സ്. കൈ രണ്ടും ചിന്മുദ്രയിൽ വെക്കുക, അല്ലെ കൈ ഇങ്ങനെ മലത്തി ലൂസായിട്ട് വെക്കുക. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. അടുത്തത് നമ്മൾ കാറ്റ് ആൻഡ് കൗ സ്ട്രെച്ചിൽ തന്നെ നിൽക്കുക. എന്നിട്ട് ഈ വലത്തെ മുട്ട് ഒന്ന് പൊക്കിയിട്ട് നെറ്റിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ നെറ്റി മുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. പറ്റുന്ന അത്രയും കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് പിറകിലോട്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. അതേപോലെ തന്നെ ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5,
8, 9 and 10. റിലാക്സ്. വജ്രാസനയിലിരിക്കുക. ദീർഘശ്വാസം എടുത്ത് ശ്വാസം സാവധാനം പുറത്തേക്ക്. ദീർഘശ്വാസം എടുക്കുക, ശ്വാസം സാവധാനം പുറത്തേക്ക്. റിലാക്സ്. നെക്സ്റ്റ് നമുക്ക് പ്രാണായാമം ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമം എല്ലാം കൂളിംഗ് പ്രാണായാമയാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി വേണം എന്ന് തോന്നുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ദഹനക്കേട്, വായ്പുണ്ണ് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ദഹനക്കേട് മൂലമുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാണായാമ ചെയ്യാം. 2 കൈയും ചിന്മുദ്രയാണ്. നമ്മൾ നാവ് ട്യൂബ് പോലെ ആക്കുക. എന്നിട്ട് വായിലേക്കൂടി ശ്വാസം എടുക്കുക, മൂക്കിലേക്കൂടി ശ്വാസം വിടുക. വായിലേക്കൂടി ശ്വാസം എടുക്കുക. 10 തവണ ചെയ്തോളൂ. ദീർഘശ്വാസം എടുക്കുക, ശ്വാസം സാവധാനം പുറത്തേക്ക്. നെക്സ്റ്റ് നമ്മൾ സദന്ത പ്രാണായാമ. നമ്മൾ നേരത്തെ ചെയ്തത് ശീതളി പ്രാണായാമം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സദന്ത. പല്ല് കടിക്കുക, വായിലേക്കൂടി ശ്വാസം എടുക്കുക, മൂക്കിലേക്കൂടി ശ്വാസം വിടുക. പത്ത് തവണ ചെയ്തോളൂ. തവണ ചെയ്തതിന് ശേഷം ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക.
രണ്ട് കൈകളും തമ്മിൽ റബ്ബ് ചെയ്ത് കപ്പ് പോലെയാക്കി, കൈ കപ്പ് പോലെയാക്കി കണ്ണിൻ്റെ മേലെ വെക്കുക. വീണ്ടും റബ്ബ് ചെയ്ത് ചെറുചൂട് കുഞ്ഞിന് കൊടുക്കുക. ദീർഘശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് കുഞ്ഞിനോട് കുറച്ചു നേരം സംസാരിക്കാം. രണ്ട് കൈകളും റബ്ബ് ചെയ്ത് വീണ്ടും കുഞ്ഞിനെ ചെറുചൂട് കൊടുക്കുക. വീണ്ടും കൈകൾ റബ്ബ് ചെയ്ത് കൈ കപ്പ് പോലെയാക്കി കണ്ണിൻ്റെ മേലെ വെക്കുക. സാവധാനം കൈകൾ നോക്കി കണ്ണ് തുറക്കുക. Thank you. Have a nice day.